അമേഠി ഉപേക്ഷിച്ചിരിക്കുന്നു. അമേഠി ഉപേക്ഷിക്കുമ്പോൾ എന്താണോ ബി.ജെ.പി പറഞ്ഞിട്ടുള്ളത്, ബി.ജെ.പിക്ക് മറുപടി നൽകുക എന്നതിലാണ് ഊന്നിയിരിക്കുന്നത്. അതായത് കുടുംബാധിപത്യം എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ ആ ആരോപണം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് 3 പേര് വേണ്ട, അമ്മ രാജ്യസഭയിൽ നിന്നാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ പലതവണ നിർബന്ധിച്ചെങ്കിലും മത്സരിക്കാൻ തയ്യാറായില്ല. ഇന്നലെ രാത്രി വരെ ഖാർഗെ നിരന്തരമായി ഇവരുമായി ചർച്ച നടത്തുകയായിരുന്നു എന്നാണല്ലോ അറിഞ്ഞത്. അപ്പോൾ അവസാന നിമിഷമാണ് ഈ തീരുമാനം വരുന്നത്. അമേഠിയിൽ പ്രിയങ്കയോ രാഹുലോ മത്സരിക്കുന്നു. റായ്ബറേലിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവരിൽ ആരെങ്കിലും ഒരാൾ മത്സരിക്കുന്നു എന്നാണെങ്കിൽ ഈ പോരാട്ടത്തിൽ കുറച്ചുകൂടി ശക്തി പകരുമായിരുന്നു. എല്ലാ പോരാട്ടങ്ങളും ജയിക്കാനുള്ളതല്ല, ഒരു സന്ദേശം നൽകുകയാണ്. അപ്പോൾ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അമേഠിയിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നുള്ള ബി.ജെ.പിയുടെ വാദം അതൊന്നുകൂടി ശക്തിപ്പെടുകയാണ്. ആ ഒളിച്ചോടുന്നു എന്ന് പറയുമ്പോൾ അമേഠിയിൽ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം ഉണ്ണി ബാലകൃഷ്ണൻ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചല്ലോ. അപ്പോൾ ആ പരാജയത്തിന് ശേഷം 55,000 പരം വോട്ടിനുള്ള ആ പരാജയത്തിന് ശേഷം രാഹുൽ അമേഠിയിലേക്ക് അങ്ങനെ പോയിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ആ തരത്തിൽ അമേഠിയും റായ്ബറേലിയും അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ എത്രത്തോളം എന്നുള്ളത് അവർ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു തവണ പരാജയപ്പെട്ട ശേഷം അത് തിരിച്ചു പിടിക്കാനാണെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നേരത്തെ തുടങ്ങേണ്ടിയിരുന്നു. അതങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അപ്പോഴും റായ്ബറേലിയിൽ നിൽക്കുന്നു എന്നുള്ളത് ഈ പോരാട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നേരത്തെയും പരാജയപ്പെട്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിർത്തിയിരിക്കുന്ന അമേഠിയിൽ മത്സരിക്കുന്നത് ഗാന്ധി കുടുംബത്തോട് അടുത്ത് നിൽക്കുന്ന കിഷോരി ലാൽ ശർമ്മ. അദ്ദേഹം ലുധിയാനക്കാരനാണ്. പക്ഷേ രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ തന്നെ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുകയും ഈ പറഞ്ഞ അമേഠിയിലും റായ്ബറേലിലും തന്നെ കൃത്യമായി അവിടെ ജനങ്ങളുമായും അണികളുമായിട്ടൊക്കെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന നേതാവാണ്. അപ്പോഴും സ്മൃതി ഇറാനിയുമായിട്ടുള്ള മത്സരം അത്ര എളുപ്പമല്ല. ഇപ്പോൾ റായ്ബറേലിയുടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ബി.ജെ.പി അവസാന നിമിഷം വരെ കാത്തു. അമിത്ഷാ പറഞ്ഞിരുന്നത് ആദ്യം അവർ പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷമേ സ്ഥാനാർത്ഥിയെ നിർത്തുന്നുള്ളൂ എന്നാണ്. എന്നിട്ടും കാണാനിട്ടാണ് ഇന്നലെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ഈ പറഞ്ഞ സ്ഥാനാർത്ഥിയും ചിലർക്കാരനല്ല. നേരത്തെ പറഞ്ഞ മാതിരി സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം 1.5 ലക്ഷത്തിലേക്ക് കുറയ്ക്കാൻ, 1,69,000 കുറയ്ക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ഒരു പോരാട്ടം തന്നെയാണ്. ആ പോരാട്ടം കാഴ്ചവെക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടാണ്. പക്ഷേ ഉയരുന്ന ചോദ്യം, ഇവിടെ വയനാട്ടിൽ മത്സരിക്കുന്നു. വയനാട്ടിൽ ഏതാണ്ട് രാഹുൽ ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലേ തർക്കങ്ങളുള്ളൂ. അപ്പോൾ വയനാട്ടിലും റായ്ബറേലിയും ജയിക്കുകയാണെങ്കിൽ, വയനാട് ഉപേക്ഷിക്കുകയാണെങ്കിൽ 2 തവണ വിജയിപ്പിച്ച മണ്ഡലത്തിനോട് എന്താണ് രാഹുൽ മറുപടി നൽകാനാവുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിനപ്പുറം വയനാട്ടിൽ മത്സരിക്കരുത് എന്ന ഇന്ത്യ മുന്നണിയിൽ തന്നെ ഭാഗമായിരിക്കുന്ന CPM-ഉം CPI-യും പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത ശേഷം ഈ വയനാടിനെ ഉപേക്ഷിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ള ചോദ്യം, അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും? ഈ രാഹുൽ ഫാക്ടറാണല്ലോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രാഹുൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ജയിച്ച് ഇവിടെ നിന്നും ഉപേക്ഷിച്ച് പോയിരിക്കുന്ന രാഹുലിന് വേണ്ടി, അല്ലെങ്കിൽ രാഹുൽ എന്ന ഫാക്ടർ ആ ഘടകമില്ലാതെ 2026 ജയിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി ഇന്ത്യ മുന്നണിയിലെ മറ്റ് 2 കക്ഷികളും അത് ഉന്നയിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ അതും കോൺഗ്രസ് സംബന്ധിച്ചൊരു പ്രതിസന്ധിയാണ്, ഇനി വരാനിരിക്കുന്ന പ്രതിസന്ധിയാണ്. പക്ഷേ ഹിന്ദി ഹൃദയഭൂമിയിൽ മത്സരിക്കുന്നു. ബി.ജെ.പിയോട് നേർക്കുനേർ പോരാട്ടം കാഴ്ചവെക്കുന്നില്ലേ രാഹുൽ ഗാന്ധി എന്ന് ചോദിച്ചാൽ നേർക്കുനേർ പോരാട്ടം കാഴ്ചവെക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പോരാട്ടത്തിന് റായ്ബറേലി കഴിഞ്ഞ തവണ ജയിച്ച ഏക മണ്ഡലം തിരഞ്ഞെടുത്തിരിക്കുന്നു. വിജയിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ തെരഞ്ഞെടുപ്പിൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പക്ഷേ അപ്പോഴും മോദിയോട് നേരിട്ട് എന്താ വാദമുഖങ്ങൾ ഉന്നയിക്കുകയും പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അതിശക്തമായ മറുപടി നൽകുകയും ചെയ്യുമ്പോൾ ആ പോരാട്ടത്തിൽ ജയിക്കുന്ന സുരക്ഷിത മണ്ഡലത്തിലേക്ക് എന്തിന് രാഹുൽ പോയി എന്ന ചോദ്യം സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്നല്ല, അണികളിൽ നിന്ന് തന്നെ വരുമല്ലോ. അപ്പോൾ അതിനൊരു മറുപടി, വ്യക്തമായ മറുപടി കോൺഗ്രസ് നേതൃത്വം നൽകേണ്ടി വരും. അതൊരു പ്രതിസന്ധി തന്നെയാണ്. Meet the editors.